ഞാനൊരു ചെറിയ കഥ പറഞ്ഞുതരാം. നമ്മുടെ ഓഫീസിൽ ഒരാൾ നമ്മുടെ കാറ് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്നു. നമ്മൾ ആളെ ഹയർ ചെയ്തിട്ട് നമ്മളെ വണ്ടി തുടയ്ക്കലാണ് ആളുടെ പണി. അത് കഴിഞ്ഞ് നമുക്ക് ആളെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ആളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് നടത്തിയിട്ട് ആളോട് പറയും, നീ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക. എന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് നമ്മൾ ആളെ ഡ്രൈവറാക്കുന്നു. ഈ ഡ്രൈവർ ആയ ആൾക്ക് സത്യം പറഞ്ഞാൽ ആ വണ്ടിയിലെ ഒരു 80% ഫീച്ചേഴ്സും അറിയില്ല. അറിയുന്ന 20% ഫീച്ചറും വെച്ച് വണ്ടി ഓടിക്കുന്നു. വണ്ടി ഓടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഓണർ പറയും വണ്ടിക്ക് സ്പീഡ് പോരാ. എന്നിട്ട് വണ്ടിക്ക് സ്പീഡ് പോരാന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കാൻ പറയും. എന്നിട്ട് ആ ഡ്രൈവറുടെ സീറ്റിൽ നമ്മുടെ ഓണർ ഇരുന്നിട്ട് വണ്ടി ഓടിക്കും. അതായത് ഡ്രൈവർക്ക് ഒരു ഡ്രൈവറും ഉണ്ട്, വണ്ടി ഓടിക്കുന്നത് ഓണറാണ്. ഈ കഥ പോലെ തന്നെയാണ് മിക്ക കമ്പനികളിലും പല റോൾസും നമ്മൾ ഫില്ല് ചെയ്യുക. നമ്മൾ അക്കൗണ്ടൻറ്റിനെ പിടിച്ച് ഫിനാൻസ് മാനേജറാക്കും, ഫിനാൻസ് മാനേജറെ പിടിച്ച് CFO ആക്കും. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും ഇയാൾ CFO പോലെ പണിയെടുക്കണം, ഇയാൾ ഫിനാൻസ് മാനേജറെ പോലെ ജോലി ചെയ്യണം. സോ ഐഡിയലി എന്താ വേണ്ടത്? അതിനുള്ള സ്കില്ലുള്ള ആളെ ഹയർ ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിന് മുകളിലോട്ട് വരുന്ന ഒരാളെ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ആ റോളിൽ അയാൾ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മൾ ആളെ പ്രൊമോട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ റോളുകളൊക്കെ നമുക്ക് പേരിന് എല്ലാവരും ഉണ്ടാവും, പക്ഷേ അതിനുള്ള റിക്വയർഡ് ആയിട്ടുള്ള സ്കില്ല് ചിലപ്പം അവർ പെർഫോം ചെയ്യണമെന്നില്ല. ഓൾ ദി വെരി ബെസ്റ്റ്. Fintaxman, the mentor your business needs.